ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ബൈ കിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സി പാസിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പേജിൽ കാണുന്ന പോലെ ഇത്രയും സ്റ്റെപ്സാണ് അഡ്മിഷന് വേണ്ടിയിട്ട് കഴിയേണ്ടത്. ആപ്ലിക്കേഷൻ സബ്മിഷൻ, ട്രയൽ റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ്, കൗൺസിലിംഗ് ആൻഡ് അലോട്ട്മെൻറ്റ്, വെരിഫിക്കേഷൻ, ഫീ, കൺഫർമേഷൻ. നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നതെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ആയിരുന്നു. അത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ റാങ്ക് ലിസ്റ്റ് വരിക എന്നതുള്ളായിരുന്നു. ഈ ട്രയൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് റാങ്ക് ഇതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് സി പാസ് പബ്ലിഷ് ചെയ്തത്. ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് കൗൺസിലിംഗ് മെമ്മോ വരുന്നത്. ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട് ഇത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തന്നെയാണോ എന്ന്. നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് മാർക്കിലോ റാങ്കിലോ ഒന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കൗൺസിലിംഗ് മെമ്മോ ഇമെയിലിലോട്ട് വരിക എന്നതുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു ബി ഫാമിൻ്റെ കൗൺസിലിംഗ് മെമ്മോയാണ് വന്നത്, പക്ഷേ BSc നഴ്സിംഗ് ആണ് നോക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൗൺസിലിങ്ങിന് പോയാൽ മതി. അല്ലാതെ ബി ഫാമിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വന്നെന്ന് വെച്ച് നിങ്ങൾ അതിന് പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളെ അഡ്മിഷനിൽ നിന്ന് പുറത്താക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പം അതിൻ്റെ കൗൺസിലിങ്ങിന് പോയിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. SME ഗാന്ധിനഗർ കോട്ടയത്ത് വെച്ചാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കോളേജ് നമുക്ക് ഓപ്ഷൻ വെക്കാം. സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഒറിജിനൽ കോപ്പീസ് വേണം കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം കോപ്പീസ് നിങ്ങൾ എടുത്തു വെക്കണം. ആറാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ആവശ്യമായ അഡ്മിഷൻ ഫീ അവിടെ നമ്മൾ അടയ്ക്കണം. ജനറൽ OBC EWS കാറ്റഗറിയിലുള്ളവർ 25,000 റുപ്പീസും SC ST OEC കാറ്റഗറിയിലുള്ളവർ 1,000 റുപ്പീസുമാണ് അഡ്മിഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിഷൻ കൺഫർമേഷൻ ആണ്. നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അഡ്മിഷൻ പബ്ലിഷ് ചെയ്യുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ SMEയുടെ കോളേജസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ പോളിസിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കോളേജ് പ്രിഫർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതിൻ്റെ കൗൺസിലിംഗ് മെമ്മോ വരുമ്പം അതിൻ്റെ കൗൺസിലിങ്ങിന് നിങ്ങൾ പോയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. അതുപോലെ തന്നെ റീജിയണൽ റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. പിന്നെ സെൻറ്റർ അലോട്ട്മെൻറ്റും ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആണുള്ളത്. സ്റ്റുഡൻസിനെ ബന്ധപ്പെട്ട സെൻറ്ററുകളിലെ ലഭ്യമായ സീറ്റുകളിലേക്ക് അലോട്ട് ചെയ്യുന്നതായിരിക്കും. റിസർവേഷൻ സീറ്റ് വഴി അഡ്മിഷൻ ലഭിച്ച ശേഷം നിങ്ങളുടെ ഹയർ മെറിറ്റ് ഓർ പ്രിഫറൻസ് അനുസരിച്ച് മറ്റൊരു സെൻറ്ററിൽ സീറ്റ് ലഭിച്ചാൽ നിങ്ങളെ ആ സെൻറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ തന്നോളാം. അതുപോലെ തന്നെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, എനിക്ക് എല്ലാത്തിനും കൂടെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലും കൂടെ വന്ന് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് അതിൽ വന്നാണെങ്കിലും ചോദിക്കാം. ഞാൻ അന്നേരം അതിനുള്ള റിപ്ലൈ തന്നോളാം. ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കില്ല. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല. അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വ്ളോഗ്സ് ബൈ കിച്ചു. ഓക്കെ, ബൈ.